ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത് കുറച്ച് വേസ്റ്റ് സാധനങ്ങൾ വെച്ചിട്ട് നമുക്കൊരു കുഞ്ഞ് ഗ്രാഫ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു ക്ലോക്കിൻ്റെ ബാക്ക് സൈഡാണ് എടുത്തത്. എനിക്കത് കിട്ടിയില്ലെങ്കിൽ കാർഡ്ബോർഡ് വെച്ചിട്ടും ചെയ്യാം കേട്ടോ. പിന്നെ കുറച്ച് ബഡ്സുകളുണ്ട്, അതുപോലെ നമ്മൾ ഷാർപ്നർ ചെയ്ത വേസ്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെ കുറച്ച് വേസ്റ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിന്. അപ്പോൾ ഞാനതിന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കാർഡ്ബോർഡിൻ്റെ അതായത് ക്ലോക്കിൻ്റെ ആ ഒരു സൈഡ് കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു വൈറ്റ് പേപ്പർ മൊത്തത്തിലൊന്ന് സൈഡിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ബഡ്സ് വെച്ചിട്ട് നമുക്കിത് ഒരു വീടാണ് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ വീടിൻ്റെ ഒരു മുൻഭാഗമായിട്ട് നമുക്ക് ഈ ബഡ്സ് വെച്ചിട്ട് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ ക്രാഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. സംഭവം സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വർക്കാട്ടോ. ഈ ആർട്ടുമായിട്ടും ക്രാഫ്റ്റായിട്ടൊക്കെ ബന്ധപ്പെടുന്നവർക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ അതുപോലെ ബെല്ലൈക്കൺ ഓളും കൂടി ചെയ്യണേ. അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിത് ഓരോന്നായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളിത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് വീതി കൂടാനോ ഒന്നും പാടില്ല. കാരണം നമുക്ക് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ നടുക്കല്ല, ഏകദേശം ഒരു സൈഡിലാവുന്ന രീതിയിൽ വേണം നമ്മളിത് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അങ്ങനെ ഞാൻ അത്യാവശ്യം കുറച്ച് ബഡ്സുകൾ ഒട്ടിച്ച് എനിക്കിത് മതിയെന്ന് തോന്നി. അപ്പോൾ എനിക്ക് വേണ്ടത്ര രീതിയിൽ ഞാനിവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വേസ്റ്റ് ഉണ്ടല്ലോ, ഷാർപ്നറിയുടെ വേസ്റ്റ്, അപ്പോൾ അത് ഞാൻ കുറേ ആയി ഇങ്ങനെ എടുത്ത് വെച്ചിട്ട്, അപ്പോൾ എൻ്റെ ഒരു ഐഡിയയിൽ തോന്നിയൊരു വർക്കാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെയും കൂടിയും കുറച്ച് ഗമ്മുകൾ ആക്കി കൊടുത്തിട്ടുണ്ട്. നമുക്കത് എന്ത് ചെയ്യണം, ഒട്ടി നിൽക്കണമല്ലോ, അപ്പോൾ അതിൽ കുറച്ചധികം ഗമ്മ് അവിടെ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചായിട്ട് ഒരുമിച്ച് വാരിയിടരുത്, കാരണം അത് മൊത്തത്തിലൊരു വൃത്തികേടായിട്ട് തോന്നും. അപ്പോൾ കുറച്ചായിട്ട് എന്ത് ചെയ്യുക, ഇവിടുന്ന് ഇങ്ങനെ ഓരോ ഒരു 2-3 അല്ലികളായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഏകദേശം നമ്മുടെ ഒരു വീടിൻ്റെ ഓടിൻ്റെ ഒരു രീതിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ആ വീടിനടുത്തൊരു മരം വേണമല്ലോ, അപ്പോൾ അതെല്ലാണല്ലോ അതിൻ്റെ ഒരു ഭംഗി. അപ്പോൾ മരത്തിനെ ഞാൻ ആദ്യം തന്നെ സ്കെച്ച് ഉപയോഗിച്ചിട്ട് വരയ്ക്കുകയാണ് കേട്ടോ. മരക്കൊമ്പാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ആദ്യം തന്നെ ഒന്ന് ബ്രൗൺ കളർ വെച്ചിട്ട് ഒന്ന് വരച്ചു കൊടുത്തു. എന്നിട്ട് അതിൻ്റെ മേലെ വേണം നമ്മുടെ മെയിൻ കണ്ടൻറ്റ് ഷാർപ്നർ വേസ്റ്റ് വെച്ച് ചെയ്യുന്നതാട്ടോ. അപ്പോൾ ജസ്റ്റ് നമ്മൾ മരക്കൊമ്പ് എന്ത് ചെയ്യുന്നുണ്ട്, ഒന്ന് ജസ്റ്റ് വരച്ചു കൊടുത്തു. എന്നിട്ട് അവിടെയും മരക്കൊമ്പിൻ്റെ ഒരു ഇതുണ്ടല്ലോ, അതിൻ്റെ ലീഫ് ആയിട്ട് ഷാർപ്നറിൻ്റെ നമ്മൾ ആദ്യം ഗമ്മ് തേച്ച് കൊടുത്തു. എന്നിട്ട് ഈ ഷാർപ്നറിൻ്റെ കുറച്ചായിട്ട് എന്ത് ചെയ്തു, അവിടെ ഇങ്ങനെ ഇട്ട് കൊടുത്തു കേട്ടോ. ഒരുമിച്ച് നേരത്തെ പറഞ്ഞ പോലെ ഒരുമിച്ച് വാരിയിടരുത്, അപ്പോൾ വൃത്തിയുടായ പോലെ തോന്നും. കുറച്ച് ഗമ്മായിട്ട് എന്ത് ചെയ്യണം, വെച്ച് കൊടുത്തിട്ട് വേണം ഇത് ഇട്ട് കൊടുക്കാൻ. അങ്ങനെ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വീടിൻ്റെ മുൻ ഡോറുണ്ടല്ലോ, അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു പേപ്പർ ബ്രൗൺ കളർ കൊടുത്തിട്ട് അതിന് മുന്നിൽ ഒട്ടിച്ചു കൊടുത്തു. പിന്നെ നമുക്ക് വേണ്ടത് വീടിൻ്റെ സൈഡിലൊരു വേലിയായിട്ട് ഞാൻ അവിടെ സ്കെച്ച് വെച്ചിട്ട് തന്നെ ബ്ലാക്ക് കളറാട്ടോ ഞാൻ ഉപയോഗിച്ചത്. അപ്പോൾ സ്കെച്ച് വെച്ചിട്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, അവിടെ വരച്ചു കൊടുത്തു കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, വേലി വരയ്ക്കുന്നുണ്ട് കേട്ടോ. അധികം വലിപ്പത്തിലൊന്നും വേണ്ട, ചെറിയൊരു ഇതായിട്ട് തന്നെ വരച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് ലൈറ്റ് സ്കെച്ച് വെച്ചിട്ട് ലൈറ്റായിട്ട് തന്നെ നമുക്ക് കുറച്ച് പുല്ലുകൾ വരച്ചു കൊടുക്കാം കേട്ടോ. 2 സൈഡിലും ഞാൻ ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ താഴെ കുറച്ച് ബ്രൗൺ കളർ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കൊടുക്കുമ്പോൾ കൂടുതൽ ഭംഗിയായിട്ട് കാണിക്കും.
ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ താഴെ ഗമ്മ് കുറച്ച് ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് നമ്മുടെ പെൻസിൽ വേസ്റ്റ് ഉണ്ടല്ലോ, ഷാർപ്പ്നർ ചെയ്ത് അത് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കണം. ഇടുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യണം, ഈ ഗമ്മ് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പെൻസിലിൻ്റെ വേസ്റ്റ് അടർന്നു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, കുറച്ച് ഇട്ട് കൊടുക്കുക, പിന്നെ ഗമ്മ് ഒഴിച്ച് കൊടുക്കുക, കുറച്ചും കൂടി പിന്നെ ഇട്ട് കൊടുക്കുക, പിന്നെ ഗമ്മ് ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ വേണം ഇത് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. ഒരുമിച്ച് വാരി ഇടരുത്, കുറച്ച് കുറച്ചായിട്ട് തന്നെ വേണം ഇടാൻ കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മൾ ആയിട്ടുണ്ട്. നമ്മൾ ഒരു തുള്ളികളായിട്ട് ഗമ്മ് ആക്കി കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വേസ്റ്റുകൾ മരത്തിൽ നിന്ന് ഇങ്ങനെ കൊഴിഞ്ഞ് വീഴുന്ന രീതിയിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് അവിടെ എന്ത് ചെയ്തു ഒട്ടിച്ചു കൊടുത്തു, ഓരോരോ അല്ലികളായിട്ട് ഒട്ടിച്ചു കൊടുത്തു കേട്ടോ. ഇനി നമ്മൾ അതിൻ്റെ അടുത്തൊരു ചെടിയാണ് വരയ്ക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഡാർക്ക് ഗ്രീൻ എടുത്തു. അപ്പോൾ അതിൻ്റെ കൊമ്പ് ആദ്യം വരയ്ക്കണമല്ലോ, അപ്പോൾ കൊമ്പുകളാണ് കേട്ടോ വരയ്ക്കുന്നത്. കൊമ്പിൻ്റെ മുകളിൽ നമ്മളൊരു ഫ്ലവറായിട്ടാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബഡ്സ് ഉണ്ടല്ലോ, ബഡ്സിൻ്റെ സ്പോഞ്ച് ഭാഗം മാത്രം, അതായത് ആ ഒരു അറ്റത്ത് കട്ട് ചെയ്തിട്ട് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ എന്ത് ചെയ്യുക, അവിടെ കുറച്ച് ഗം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അറ്റത്തായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ഭാഗങ്ങളായിട്ട് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ ഞാൻ ഇതിൽ ഓരോ കൊമ്പുകളിലും നേരത്തെ കാണിച്ചതുപോലെ ഈ ബഡ്സിൻ്റെ അറ്റം ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കും കേട്ടോ. ഗം ഒഴിച്ച് കൊടുക്കും, എന്നിട്ട് അതിൻ്റെ മേലെ ഇത് ഒട്ടിച്ചു കൊടുക്കും കേട്ടോ. അങ്ങനെ എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ലീഫ് പോലെ കൊമ്പിൻ്റെ ഇടയിൽ ഇങ്ങനെ വരച്ചു കൊടുക്കാം. നമ്മുടെ ഡാർക്ക് ഗ്രീൻ വെച്ചിട്ട് തന്നെ നമുക്ക് ഓരോ ഭാഗങ്ങളായിട്ട് നല്ല സ്പേസുള്ള ഭാഗങ്ങളിൽ ലീഫ് പോലെ വരക്കുന്നത് കൂടുതൽ ഭംഗിയായിരിക്കും കേട്ടോ. അതുപോലെ നമുക്ക് ഈ ഫ്ലവറിൻ്റെ കളർ മാറ്റണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഫ്ലവറിനും ഓരോ കളറ് അതിൻ്റെ മുകളിൽ ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ആദ്യം ഇതിന് എല്ലാ ഇടങ്ങളിലും എന്ത് ചെയ്തു, ലീഫ് വരച്ചു കൊടുത്തു. അപ്പോൾ ഇനി ഞാൻ ആദ്യം എടുത്തത് റോസ് കളറാട്ടോ, അതായത് പിങ്ക് കളറ് ഞാൻ എന്ത് ചെയ്തു, ഇതിൻ്റെ മുകളിൽ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ വൈറ്റും കളറും കൂടി മിക്സ് ആകുമ്പോൾ, അതായത് ബഡ്സിൻ്റെ കളർ ഓൾറെഡി വൈറ്റ് ആണല്ലോ, അതിൻ്റെ കൂടെ ഒരു കളറും കൂടി മിക്സ് ചെയ്യുമ്പോൾ അത് കൂടുതൽ നല്ല ഭംഗിയായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോന്നിൻ്റെയിലും ഓരോ ഡിഫറെൻറ്റ് കളറ് ഞാൻ കൊടുത്തു. ഞാൻ ഉപയോഗിച്ച കളറ് പിങ്ക്, അതുപോലെ റെഡും ഓറഞ്ചും യെല്ലോ, ഈ 4 കളറാട്ടോ ഞാൻ ഉപയോഗിച്ചത്. പിന്നെ എനിക്ക് ഈ വീഡിയോയിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും, ലൈറ്റായിട്ട് കൊടുക്കുന്നത് കൊണ്ട് നമ്മുടെ വൈറ്റിൻ്റെ, അതായത് ബഡ്സിൻ്റെ വൈറ്റിൻ്റെ ഇതിൽ തന്നെ ലൈറ്റായിട്ട് നമ്മൾ കളർ ചെയ്യുന്നതുകൊണ്ട് നല്ലൊരു ഭംഗിയായിട്ട് നമുക്ക് കാണിക്കും. അല്ലാതെ നമ്മളിത് ഒട്ടിക്കുന്നതിന് മുമ്പ് കളർ ചെയ്ത് കഴിഞ്ഞാൽ കളർ ബെറ്റർ ഇങ്ങനെ ചെയ്യുന്നതാണ്.
ഇനി ഇതിൻ്റെ മുകളിൽ മരത്തിൻ്റെ മുകളിൽ നിന്ന് ഒരു പക്ഷികൾ പറക്കുന്ന രീതിയിൽ ഞാനൊരു ബ്ലാക്ക് വെച്ചിട്ട് ഒരു 3-4 വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൂടുതൽ ഭംഗിയായിരിക്കും, അല്ലാതെ അവിടെ ഒരു സ്പേസ് വരുമ്പോൾ ബോറിംഗ് ആയിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്ത് കൊടുത്തത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഒരു വർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ബൈ ബൈ.